ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് വ്ളോഗാണ്. നൈറ്റിൽ എൻ്റെ പരിപാടികളും നൈറ്റ് റൂട്ടീനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗായിരുന്നു. എൻ്റെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആയിരിക്കലൊന്നുമില്ല. അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ള് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. രാത്രിയിലൊരു 7 to 12:30 വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ടൈമിൽ പൊതുവെ എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല. അപ്പൊ ഇന്ന് കുറച്ച് തുണിയൊക്കെ മടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് മടക്കി വെക്കുന്നുണ്ട്. പൊതുവിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത പണിയിലൊന്നാണ് കേട്ടോ ഈ തുണി മടക്കലും പാത്രം കഴുകലും അങ്ങനെയുള്ള പണികളെല്ലാം. പണ്ടെന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മാരയും എനിക്ക് കിട്ടുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഞാൻ തുണി ഇങ്ങനെ മടക്കാണ്ട് കൂട്ടി കൂട്ടി വെക്കും. അതിപ്പോ എവിടെ നിന്നായാലും എനിക്കിങ്ങനെ ഒറ്റക്ക് നിന്ന് പണിയെടുക്കുമ്പോണ്ടല്ലോ ഭയങ്കര ബോറടിയാണ്. ഒന്നിലെ ഷെപ്പിക്കോ കുട്ടികളോ ആരെങ്കിലും ഉണ്ടായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം. ഇതിലെ ഇങ്ങനത്തെ പണികളെല്ലാം നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ടായിരിക്കും ചെയ്യല്. പിന്നെ ഇത് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ എല്ലാവരും പിടിച്ച് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പണിയാണെങ്കിലും എന്റെ കൂടെ ആരെങ്കിലും സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ പണിയെല്ലാം വേഗം തീരും. അതിപ്പോ കിച്ചണിലായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ തുണിയൊക്കെ ഫോൾഡ് ചെയ്യലും കൊണ്ടുവെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സമയം 8 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിന്നർ ഉണ്ടാക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ കൂടുതലും എന്തെങ്കിലും പരീക്ഷിച്ചൊക്കെ നോക്കല്. അപ്പൊ ഇത് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റെസിപ്പീനും അപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അത് ഉണ്ടാക്കാൻ തന്നെ വിചാരിക്കുന്നു. അതിലുള്ള സാധനം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ശുദ്ധിക്കാനായിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ടായിനെ. എനിക്ക് പിന്നെ അങ്ങനെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടോടെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ എന്റെ ഫ്ലോ അങ്ങ് പോകും. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കലുണ്ടാവൂലേ. അപ്പൊ അങ്ങനെ ആദ്യം തന്നെ മക്രോണി കുക്കാവാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ട്. ഇതിന് ശരിക്കും പെനാപ്പാസ്തയാണ് കേട്ടോ വേണ്ടത്. എനിക്കത് കിട്ടാത്തോണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ചിക്കനോ മീനോ മുട്ടയോ ബീഫോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. എനിക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നി കഴിഞ്ഞാല് ഇൻസ്റ്റയും യൂട്യൂബും മുങ്ങി തപ്പിട്ടാണെങ്കിലും ഞാനൊരു ഐറ്റം കണ്ടുപിടിച്ചിരിക്കും. കാണാൻ നല്ല മുഞ്ചില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസിലാണ് കേട്ടോ ഞാൻ പൊതുവെ വീണ് പൊക്കില്ലത്. അങ്ങനെ ഒരു റെസിപ്പി ചെയ്തു. അത് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചിന്. പിന്നെ എനിക്ക് ഈ കഴിക്കുന്ന ഫുഡെല്ലാം ഉണ്ടല്ലോ നല്ല ചുകാന്നിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. സംഭവം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു പേടിയൊക്കെ ഉണ്ടേനും. പാളി പോയി കഴിഞ്ഞാൽ എന്താക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു സവോള കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 തക്കാളി എടുത്തിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലുണ്ടായ തക്കാളി ഉണ്ടല്ല നല്ല ചെറുതേനുവേ, അതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ മക്രോണി കുക്കായി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതൊരു അരിപ്പത്തട്ടിലേക്ക് ഇട്ടിട്ട് വെള്ളക്കൂറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് തണുത്ത വെള്ളത്തിലൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൂല കേട്ടോ. ഇതിന്റെ മസാല ഉണ്ടാക്കി അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സാക്ട് വീഡിയോയിൽ കണ്ട പോലെ നല്ലിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ രീതിക്കും കൂടിയാണ് കുറച്ച് ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ ചോപ്പ് ചെയ്ത് ഗാർലിക്കാണ് ചേർക്കേണ്ടത്. ഇതിപ്പോ നന്നാക്കാനുള്ള മടി കൊണ്ടേനും ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടായത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള കൂടി ചേർത്തിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായ തക്കാളി ഉണ്ടല്ല ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇതിന്റെ തൊലി ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇതൊന്ന് ജ്യൂസ് ചെയ്ത് വെക്കാട്ടോ. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും മാത്രം ചേർത്താൽ മതിയേ. ഇനി ജ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച്. അപ്പൊ ഇതിന് പകരമായിട്ടുണ്ടല്ല ഫ്രഷ് ക്രീം ഏനും ചേർത്തിട്ടുണ്ടായ. എന്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടേനും ഞാൻ മിൽമ പാല് ചേർത്തിട്ടുണ്ടായത്. ഇത് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിനെ. ഇത് ശരിക്കും വീഡിയോയിൽ കണ്ടപ്പം അവരിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ലേനും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ വീഡിയോയിൽ കണ്ട എക്സാക്ട് സാധനം എന്നല്ല ഉണ്ടാക്കാൻ പോകുന്നത് എന്ന്. ഇതോടുകൂടി നമ്മളെ മസാല പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മക്രോണി എടുത്ത് തട്ടി കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ടും തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. അപ്പൊ ഇതാ ഇതുപോലെ കിട്ടും. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ചീസ് കൂടി ഇട്ടിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നെ അധികം സമയമൊന്നും വേണ്ടട്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. പിന്നെ മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ കുറച്ച് ചീസ് കുറവായിരുന്നു, അതാണ് കേട്ടോ. നിങ്ങളതിലുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ഇട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ അലങ്കാരത്തിന് കുറവൊന്നും വേണ്ട. ഞാൻ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സെർവ് ചെയ്ത് കഴിക്കുക. പരിപാടി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് കാണാന്?
കാണുമ്പോൾ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത്. പൊതുവേ ഫുഡായി കഴിഞ്ഞാല് വിളിച്ചാൽ വരാത്ത ടീംസാണ് ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുള്ളത്. അപ്പൊ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായില്ലേ സാധനം എത്രത്തോളം അടിപൊളിയാണെന്ന്. സമയം 9:30 ആവാറായിട്ടുണ്ടേനും അപ്പത്തേ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് മധുരം കഴിക്കല് നിർബന്ധം. അങ്ങനെ ഈ ഒരു കോളേജും കൂടി കഴിച്ചിട്ടുണ്ടേനും. എവിടെയെങ്കിലും പോവാന്നുള്ള തീരുമാനമെല്ലാം നമുക്ക് പെട്ടെന്ന് വന്നിട്ടാ വരിക. അങ്ങനെ പുറത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടേനും പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഇപ്പം യൂസ് ചെയ്യലുള്ളൂ. വേറെ ഒരു മേക്കപ്പ് പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഐസോനെയും മാലിക്കോനെയും മാറ്റി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം ഒരു ഓഫ് വൈറ്റ് സ്കാഫ് ആണ് കേട്ടോ സെലക്ട് ചെയ്ത്. പിന്നെ ഞാൻ അത് മാറ്റി ഈ ഒരു കളർ സ്കാഫ് തന്നെ എടുത്തിട്ടുണ്ടേനും. ഇപ്പൊ നന്നായിട്ട് ഒരുങ്ങി പോകാനൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഒന്ന് പോവും, ചായയൊക്കെ കുടിക്കും, തിരിച്ചു വരും. എത്രേ പരിപാടിയുള്ളൂ. ഇതെല്ലാം ഇപ്പം നമ്മൾ സ്ഥിരം കലാപരിപാടിയാണ്. പിന്നെ ഇത് ഐസോ മാലിക്കും എല്ലാം റെഡിയായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കലാണ്. പിന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടേനും. ഇതിപ്പോ നമ്മൾ അധിക ദൂരത്തേക്കൊന്നും പോകുന്നില്ലേനും വെറുതെ ഒരു നൈറ്റ് ഡ്രൈവ് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായേ. കാപ്പി ചായ എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായേ. ഷെപ്പിക്ക് മുന്നേ വന്നിട്ടുണ്ട് തോന്നുന്നു. അതിലും സംഭവം നല്ല അടിപൊളിയേനും കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ലൈറ്റ്. പിന്നെ പാതിരാത്രി ആണെങ്കിലും ആൾക്കാർക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ലേനും. അപ്പൊ നമ്മളൊരു ചായയിൽ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഐസോൺ ഇതാ കോണാന്ന് ഇട്ടാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഓനിക്കൊരു കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഓനങ്ങനെ സൈഡാക്കിയിട്ടുണ്ടേനും. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയ കുനാഫയും ഒക്കെ കഴിച്ചിട്ടുണ്ടേനും. സംഭവത്തിൽ ഷുഗർ സിറപ്പ് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു രസം ഉണ്ടായിട്ടില്ലേനും. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഐസോനും മാലിക്കോനും നല്ല ഉറക്കുണ്ടേനും. പിന്നെ അവിടെ വന്ന ഉടനെ അവർ രണ്ടാളും ഉറങ്ങിപ്പോയിട്ടുണ്ടേനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കാര്യങ്ങളും കൂടി ഒക്കെ ഒന്ന് ചെയ്തു തീർക്കാന്ന് വിചാരിച്ച്. ഞാൻ പൊതുവേ സ്കിൻ കെയർ ഒന്നും അങ്ങനെ കണ്ടു നോക്കുന്ന ഒരാളൊന്നല്ലേനും. പിന്നെ ഈ അടുത്തതിന് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായത്. ഞാൻ ആദ്യം കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടേനും. ആ ഒരു ട്രിപ്പ് പോയി വരുന്ന സമയത്തുണ്ടല്ല എന്റെ ബാഗ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ടായിനെ. അപ്പൊ ആ ഒരു ബാഗിനകത്തായിരുന്നു എന്റെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സ് മൊത്തം ഉണ്ടായിട്ടുണ്ടായേ. അങ്ങനെ അതൊക്കെ പോയി. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായതിനും ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇട്ടാ. ഇപ്പം സ്മിറ്ററിന് ട്രയൽ ചെയ്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത പ്രൊഡക്ട്സ് ചെയ്യും. സെറ്റാഫിലിന്റെ ഒരു ക്ലെൻസർ ഉണ്ടേനും. പിന്നെ ഡോട്ട് ആൻഡ് കീരെ ഒരു ജെൽ ഫേസ് വാഷ് ഉണ്ടേനും. അത് സംഭവം അടിപൊളിയേനും കേട്ടോ. പിന്നെ ഈ ഡോട്ട് ആൻഡ് കീരെ തന്നെ മോയ്സ്ചറൈസറും കൂടി എടുത്തിട്ടുണ്ടേനും. അത് കാണാൻ ക്യൂട്ട് ആയതുകൊണ്ട് വാങ്ങിച്ചതേനും. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടേനും. സമയം 12:30 ഒക്കെ ആയിട്ടുണ്ടേനും കേട്ടോ. അതുപോലെ ഇത്ര ലേറ്റ് ആവലുണ്ടോ നോക്കിയാല് ഇതിനേക്കാളും ലേറ്റ് ആവുന്ന ടൈമൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ അങ്ങനെയല്ലോ. പിന്നെ കിടക്കുന്നതിന് മുന്നേറ്റ് തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസോനും മാലിക്കോനും ഉള്ള വെള്ളം ഞാൻ ഇതാ റൂമിൽ എടുത്ത് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങൾക്ക് ഉണ്ടല്ല ഏത് ടൈപ്പ് വ്ളോഗാന്ന് കാണാൻ ഇഷ്ടം എന്നുള്ളത് കമന്റിൽ പറയണേ. അപ്പൊ ഓക്കേടാ.